ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജാതകത്തിലെ ഗ്രഹനിലയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം തുടങ്ങിയ രാശികളിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഉള്ള ഫലങ്ങളുടെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഈ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സൂര്യൻ തൻ്റെ സ്വക്ഷേത്രമായ ചിങ്ങം രാശിയിലും ഉച്ചക്ഷേത്രമായ മേടം രാശിയിലും നിൽക്കുമ്പോഴും ഞായറാഴ്ച ദിവസം ജനനമുണ്ടാകുമ്പോഴും സൂര്യന് നല്ല ബലമുള്ള സമയമാണ്. സൂര്യൻ നിൽക്കുന്ന രാശിയുടെ പേരാണ് മലയാള മാസത്തിൻ്റെ പേര്. മേടമാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഉച്ചനായി നിൽക്കുന്ന സമയമാണ്. ഈ ദിവസങ്ങളിൽ ജനിക്കുന്ന ജാതകൻ വളരെ പ്രസിദ്ധനും സാമർഥ്യവും ധനപുഷ്ടിയും ഉന്നതമായ പദവി ഉള്ളവനും ആനന്ദത്തോടുകൂടി ജീവിക്കുന്നവനും ആയിരിക്കും. മേടമാസം 10-ാം തീയതിക്ക് ശേഷമാണ് ജനനമെങ്കിൽ പ്രസിദ്ധിയും സാമർഥ്യവും ഉണ്ടായിരിക്കും. അല്പധനം മാത്രം ഉള്ളവനും സഞ്ചാരപ്രിയനും ആയുധധാരി അഥവാ പട്ടാളത്തിലോ പോലീസിലോ ജോലി ഉള്ളവരെന്നും അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ വിദഗ്ധരായ ഡോക്ടറും ആയിരിക്കാം എന്നും ആചാര്യന്മാർ ഫലം പറഞ്ഞിരിക്കുന്നു. സൂര്യൻ ഇടവം രാശിയിൽ നിൽക്കുമ്പോൾ, അതായത് ഇടവ മാസത്തിൽ ജനനമുണ്ടായാൽ വസ്ത്രങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ കൈകാര്യം ചെയ്യുന്നവനും വിദ്യാഭ്യാസമുള്ളവനും സംഗീതപ്രിയനും സ്ത്രീകളെ ദ്വേഷിക്കുന്നവനും ആയിരിക്കും. ഒരു വസ്ത്ര വ്യാപാരിയാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. അടുത്തത് മിഥുന മാസത്തിൽ ജനനമുണ്ടാകുമ്പോൾ, അതായത് മിഥുനം രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ വ്യാകരണം, സാഹിത്യം, ഗണിത വിഷയങ്ങൾ തുടങ്ങിയവയിൽ നല്ല പാണ്ഡിത്യവും ധനം ഉള്ളവനായും ഭവിക്കും. കർക്കിടക മാസത്തിൽ ജനിക്കുമ്പോൾ ധനം ഇല്ലാത്തവനും കഷ്ടതയുള്ളവനും അന്യനെ ആശ്രയിച്ച് ജീവിക്കുന്നവനും മനസ്സുഖം തീരെ ഇല്ലാത്തവനും ദേഹം പെട്ടെന്ന് തളരുന്നവനും ആയിരിക്കും. ചിങ്ങമാസത്തിൽ ജനിക്കുമ്പോൾ, അതായത് ചിങ്ങം രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഗ്രഹനിലയിൽ മലനാടുകളിൽ വസിക്കുന്നവനും മനക്കരുത്തുള്ളവനും മയമില്ലാത്ത സ്വഭാവത്തോടു കൂടിയവനും അഭിമാനിയും നേതൃഗുണമുള്ളവനും നീതിമാനും ആയിരിക്കും. അടുത്തത് കന്നി മാസത്തിൽ ജനിക്കുമ്പോൾ, അതായത് ഗ്രഹനിലയിൽ സൂര്യൻ കന്നി രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഗ്രന്ഥരചനയിലോ സംഗീതകലയിലോ ശില്പകലയിലോ കണക്ക് ശാസ്ത്രത്തിലോ നല്ല അറിവുള്ളവരും മൃദുലമായ ശരീരത്തോട് കൂടിയവരും ആയിരിക്കും. തുലാമാസത്തിൽ ജനിക്കുമ്പോൾ, അതായത് ജാതകത്തിലെ ഗ്രഹനിലയിൽ തുലാം രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ മദ്യവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവനും ഇഷ്ടമില്ലാത്ത ഭർത്താവിൻ്റെ സന്തതിയായും എഴുത്ത് ജോലി ചെയ്യുന്നവനോ സാഹിത്യകൃതികൾ രചിക്കുന്നവനോ മേൽപ്പറഞ്ഞ തൊഴിലുകളിൽ ഒന്നിൽ നിന്ന് ധനം സമ്പാദിക്കുന്നവനും ശൃംഗാരലോലുപനും ഭാര്യാസുഖം കുറയുന്നവനും ധനത്തിനു വേണ്ടി എപ്പോഴും ക്ലേശിക്കുന്നവനും സ്ഥാനവും ധനവും പെട്ടെന്ന് നശിച്ച് പോകുന്നവനും ആയിരിക്കും. വൃശ്ചിക മാസത്തിൽ ജനിക്കുമ്പോൾ, അതായത് വൃശ്ചികം രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ വ്യാകരണ ശാസ്ത്രത്തിൽ പ്രാഗൽഭ്യമുള്ളവനും വിഷസംബന്ധമായ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവനോ ക്രൂര സ്വഭാവമുള്ളവനും സാഹസികനും ആയിരിക്കുന്നതാണ്. അടുത്തത് ധനുമാസത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്നവനും വൈദ്യവൃത്തി ചെയ്യുന്നവനും ധനവാനും വ്യാപാരിയോ വ്യവഹാരം ചെയ്യുന്നവനോ, അതായത് നിയമ സംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവനോ സ്വന്തമായി വീട് ലഭിക്കുന്നവനും ആർക്കും കബളിപ്പിക്കാൻ കഴിയാത്ത വണ്ണം കൂർമ്മ ബുദ്ധിയും
ആലോചനാശീലവും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഉയരുന്നവനും ആയിരിക്കും. അടുത്തത് മകരമാസത്തിൽ ജനിക്കുന്നവൻ, അതായത് ഗ്രഹനിലയിൽ സൂര്യൻ മകരം രാശിയിൽ നിൽക്കുമ്പോൾ കുലത്തിന് ചേരാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവനും അന്യന്മാരെ ആശ്രയിക്കുന്നവനും അല്പധനം മാത്രം ഉള്ളവനും അറിവില്ലാത്തവനും ആയിരിക്കുന്നതാണ്. അടുത്തത് കുംഭമാസത്തിൽ ജനിക്കുന്നവൻ, അതായത് ഗ്രഹനിലയിൽ കുംഭം രാശിയിൽ ര എന്ന അക്ഷരം എഴുതി കാണുമ്പോൾ തൻ്റെ നിലയ്ക്ക് അനുസരിച്ച് ഒന്നും ചെയ്യാത്തവനും പുത്രന്മാരും ഭാഗ്യവും ധനവും തീരെ കുറഞ്ഞിരിക്കുന്നവനും ആയിരിക്കുന്നതാണ്. അടുത്തത് മീനമാസത്തിൽ ജനിക്കുമ്പോൾ, അതായത് മീനം രാശിയിൽ സൂര്യനെ അടയാളപ്പെടുത്തിയിരിക്കുമ്പോൾ ജലത്തിൽ നിന്ന് ലഭ്യമാകുന്ന സാധനങ്ങളും മറ്റും കൈകാര്യം ചെയ്ത് ധനം ഉണ്ടാക്കുന്നവനോ സ്ത്രീകളാൽ ബഹുമാനിക്കപ്പെടുന്നവനും ശരീരത്തിൽ പ്രത്യേകിച്ച് കാലിന്മേൽ മറുകോ മറ്റ് അടയാളങ്ങളോ ഉള്ളവനും ആയിരിക്കും. ഇത് ഒരു പൊതുഫലങ്ങളാണ്. അതായത് ഇപ്പോൾ പറഞ്ഞത് പൊതുഫലങ്ങളാണ്. മേൽപ്പറഞ്ഞവകളാണ് ഓരോ മാസത്തിലും ജനനമാകുമ്പോൾ പൊതുഫലങ്ങളായി വരുന്നത്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തങ്ങൾ, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9625232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.